മിഷനെ അറിയുവാനും സ്നേഹിക്കുവാനും മിഷൻ പ്രവർത്തനങ്ങളെ ഒത്തിരി വളർത്തുവാനുമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള 7ാമത് മിഷൻ ഗ്യാതറിംഗ് ആണ് ഇന്നേ ദിവസം ഇവിടെ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും സുപ്രധാനമായി തന്നെ ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ് മിഷൻ എക്സിബിഷൻ എന്നുള്ള കാര്യം. അതായത് സീറോ മലബാർ, ലത്തീൻ, മലങ്കര സഭകളുടെ എല്ലാം ആകെത്തുകയായ അവരെല്ലാവരും കൂടി ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആ ഒരു മിഷൻ ഗ്യാതറിംഗ്, ഒപ്പം തന്നെ അവർ നടത്തുന്ന എക്സിബിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നേ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം ഓരോ സ്റ്റാളുകളും അവരത്രയും സ്പെഷ്യലായി അവരുടേതായിട്ടുള്ള കുറച്ച് സമർപ്പണങ്ങളും മിഷൻ ത്യാഗങ്ങളും എല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പം അവരോട് തന്നെ ചോദിക്കാമല്ലേ നമ്മൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ആ ഒരു സ്റ്റാള് വഴി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. നമ്മൾ ഓരോ സ്റ്റാളുകളും കടന്ന് ചെല്ലും തോറും മിഷൻ പ്രവർത്തനങ്ങളുടെ ആ ഒരു ശക്തിയും സ്നേഹവും കൂടുതലായിട്ട് അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഗുരാഗോൺ രൂപതയിലെ പിതാവിനോടൊപ്പമാണ്. അപ്പോൾ തോമസ് മാർ അന്തോണിയോസ് പിതാവാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അപ്പോൾ പിതാവേ, നമ്മുടെ രൂപതയിലെ മിഷൻ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഗുഡ്നസ് ന്യൂസിന് വേണ്ടി ഒന്ന് പറയാമോ? സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം ഗുഡ്ഗാവ് ഡൽഹി രൂപത മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നോർത്ത് ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനം നടത്തുന്നതായ ഒരു ഡയസിസാണ്, എപ്പാർക്കിയാണ്. ഈ ഭദ്രാസനത്തിൻ്റെ പരിധിയിൽ നോർത്ത് ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം സുവിശേഷത്തിൻ്റെ സന്തോഷവുമായി കടന്നു ചെല്ലുവാൻ ഈ രൂപതയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ എല്ലാ ഭാഷകളും എല്ലാ സംസ്കാരവും എല്ലാ വിധത്തിലുള്ളതായ ഗ്രൂപ്പുകളെയും ജനതയെയും ഉൾക്കൊള്ളുവാനായിട്ട് ഈ രൂപതയ്ക്ക് സാധിക്കണം. അതിൽ തന്നെ ഒരു വെല്ലുവിളിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം കൂടുതൽ ചലഞ്ചസ് അതുവഴി ഉണ്ട്. എങ്കിലും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് അതിൻ്റെ ദൗത്യമായിട്ട് അത് സ്വീകരിക്കുകയും അപ്രകാരം അത് ചെയ്തു വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ പ്രബലമായിരിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ വെല്ലുവിളികൾ നമുക്കും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഉണ്ട്. അവയെക്കുറിച്ചൊക്കെ വളരെ വിവേകപൂർവം എന്നാൽ ദൈവഹിതത്തിന് അനുയോജ്യമായിട്ടുള്ളതായ നിലയിൽ ഈ ഭദ്രാസനം അല്ലെങ്കിൽ ഈ രൂപത അതിൻ്റെ പോളിസികൾ യഥാർത്ഥത്തിൽ തീരുമാനിച്ചു വരുന്നു. ഇപ്പോൾ പൊതുവെ നമ്മളെക്കുറിച്ച് പറയുന്നത് പോലെ ഒരു ഫോഴ്സ്ഡ് കൺവേർഷൻ ഒരിക്കലും ഈ ഭദ്രാസനത്തിലൂടെ ഈ രൂപതയിലൂടെ നടക്കുന്നില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നുണ്ട്. അത് നമ്മുടെ അടിസ്ഥാനപരമായ എന്നാൽ സുവിശേഷത്തിൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന നമ്മുടെ പരമപ്രധാനമായ ദൗത്യം, അതിന് ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സന്തോഷകരമായി അനുഗ്രഹകരമായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. നന്ദി പിതാവ്. പിതാവ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സുവിശേഷ പ്രഘോഷണങ്ങൾ ഇനിയും ഒത്തിരി ശക്തമായി തന്നെ നമ്മുടെ രൂപത വഴിയായിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് പ്രചോദനം നൽകുന്ന തക്ക വിധത്തിൽ തന്നെ നടക്കട്ടെ. ഞങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.